ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ യോഗ തെറാപ്പിസ്റ്റ് സിദ്ദീഖ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഗ്യാസിനെ കുറിച്ചാണ്. അശാസ്ത്രീയമായ ചില ഭക്ഷണ രീതികളുടെയും അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന ദഹനക്കുറവ് മൂലവും ഒരുപാട് ജനങ്ങൾ ഗ്യാസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പഴക്കം ചെന്ന ഗ്യാസുകൾ നമുക്ക് അൾസർ വരെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു. അതിന് യോഗ തെറാപ്പിയിലൂടെ എങ്ങനെ പരിഹാരം കാണാമെന്ന് പരിശോധിക്കാം. ചില തെറാപ്യൂട്ടിക്കൽ എക്സസൈസിലൂടെ നമുക്ക് ഗ്യാസിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ സഹായിക്കും. അതിന് പ്രത്യേക തെറാപ്യൂട്ടിക്കൽ എക്സസൈസുകളാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഗ്യാസ് റിലാക്സേഷന് വേണ്ടി ചെയ്യുന്ന ഒന്നാമത്തെ എക്സസൈസാണ്. നിവർന്ന് കിടന്നതിന് ശേഷം 2 കാലുകളും 20 ഡിഗ്രിയിൽ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം കാലുകൾ മടക്കുക, സ്ട്രൈറ്റ് ചെയ്യുക. ഇത് 10 തവണ ആവർത്തിക്കുക. 1 2 3 4 5 6 7 8 9 10. റിലാക്സ് ചെയ്യുക. റെഡി? നമ്പർ 2 എക്സസൈസ്. 2 ലെഗ് 20യിൽ ഹോൾഡ് ചെയ്യുക. റൈറ്റ് ലെഗ് അപ്പ് ചെയ്യുക. 20യിൽ ഹോൾഡ് ചെയ്യുക. ലെഫ്റ്റ് ലെഗ് അപ്പ് ഹോൾഡ് ചെയ്യുക. ഇത് മാറി മാറി ചെയ്യുക കേട്ടോ. എത്ര കൗണ്ടാണ് ചെയ്യാൻ പറ്റുന്ന അത്ര കൗണ്ട് ചെയ്യുക. 3 മുതൽ 10 കൗണ്ട് വരെ റിലാക്സ് ചെയ്യുക. മൂന്നാമത്തെയാണ് നമ്മൾ പവനമുക്താസനം ചെയ്യുക. യോഗയിൽ പവനമുക്താസനം. ഫസ്റ്റ് അർദ്ധ പവനമുക്താസനം. വലത് കാല് മടക്കി നെഞ്ചോടടുപ്പിക്കുക. എത്രയാണ് ചെയ്യാൻ പറ്റുന്നത് അത്രയും ചെയ്യുക. അതേപോലെ ലെഫ്റ്റും നെഞ്ചോട് അടുപ്പിക്കുക. ഇത് 3 കൗണ്ട് മുതൽ 10 കൗണ്ട് വരെ ചെയ്യുക. റെഡി? നമ്പർ 4 നാലാമത്തെ എക്സസൈസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പൂർണ്ണ പവനമുക്താസനം. 2 കാലുകളും മടക്കുക, ക്ലോസ് ചെയ്യുക, ബെൻഡ് ചെയ്യുക ബോഡി. 10 കൗണ്ട് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇതും 3 കൗണ്ട് മുതൽ ഒരു 5 കൗണ്ട് വരെ ചെയ്യുക. ഓക്കെ? റെഡി? ഗ്യാസിന് വേണ്ടിയുള്ള 5ാമത്തെ എക്സസൈസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൈകൾ ഇതേപോലെ ചുരുട്ടി മടക്കിയതിന് ശേഷം വയറിൻ്റെ അടിഭാഗത്ത് വെക്കുക. എന്നിട്ട് ബോഡി ബെൻഡ് ചെയ്യുക. ഇതേപോലെ ബെൻഡ് ചെയ്യുക. എത്രയാണ് ബെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും ബെൻഡ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് ബെൻഡ് ചെയ്യണേ. റിലാക്സ് ചെയ്യുക. ഒന്ന് റിലാക്സ് ചെയ്യുക. 6ാമത്തെ യോഗയിൽ ബാലാസനം ചെയ്യാം. ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാലാസനമാണ്. ഇതുകൂടി ചെയ്യാം. റെഡി? ബ്രീത്ത് എടുക്കുക, കൈകൾ ഉയർത്തുക. ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഹെഡ് ഡൗൺ ചെയ്യുക. കൈ കൊണ്ട് കാലിൻ്റെ നെരിയാണി ക്യാച്ച് ചെയ്യുക. എന്നിട്ട് ഹെഡ് ഡൗൺ ചെയ്യുക. ഇങ്ങനെ റിലാക്സ് ചെയ്യുക. ഡൗൺ ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണേ. ഇത്രയും എക്സസൈസുകൾ നമ്മൾ ചെയ്യാം കേട്ടോ. ഓക്കെ? ഇത്രയും എക്സസൈസിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിലൂടെ നമ്മുടെ വയറിന് ചെറുകുടൽ വൻകുടൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ദഹനക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും എല്ലാം നമുക്ക് പരിഹരിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ തെറാപ്യൂട്ടിക്കൽ എക്സസൈസ് നമ്മൾ സ്ഥിരമായി ചെയ്യുക. ഓക്കെ? നമസ്കാരം.